അന്താരാഷ്ട്ര രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം കലുഷിതമായൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് ലോകത്തെ വിരട്ടിക്കീഴടക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും, മറുഭാഗത്ത് പക്വതയാർന്ന നയതന്ത്രത്തിലൂടെ ആഗോള സമാധാനത്തിനായി നിലകൊള്ളുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ട്രംപിന്റെ ഓരോ പ്രസ്താവനയും ആഗോള വിപണിയെയും രാജ്യങ്ങളുടെ സമാധാനത്തെയും തകർക്കുമ്പോൾ, പുടിൻ ലോകത്തിന് പുതിയൊരു പ്രതീക്ഷയായി മാറുകയാണ്. ഗാസ ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ ട്രംപ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് അവകാശപ്പെടുമ്പോഴും, അത് സമാധാന ചർച്ചകളിലൂടെയല്ല, മറിച്ച് സാമ്പത്തികമായ ശ്വാസം മുട്ടിക്കലിലൂടെയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കുമേൽ 200% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ഞാൻ വിരട്ടി എന്നാണ് ട്രംപിന്റെ വാദം. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം മോഹിക്കുന്നയൊരാൾ ഇത്തരം അധാർമികമായ വിരട്ടലുകൾ നടത്തുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയെപ്പോലൊരു സൗഹൃദ രാജ്യത്തെപ്പോലും സാമ്പത്തികമായി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ട്രംപിന്റെ നയം ആഗോള സഹകരണത്തിന് തന്നെ വെല്ലുവിളിയാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കൊണ്ട് ലോകത്തെ ശ്വാസം മുട്ടിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ, ആഗോള വിപണിയെയും നയതന്ത്രത്തെയും താങ്ങി നിർത്തുന്നത് പുടിന്റെ നിലപാടുകളാണ്. റഷ്യയ്ക്കെതിരെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കിയ പുടിൻ ഒരു യഥാർത്ഥ സുഹൃത്തായി നിലകൊള്ളുന്നു. ട്രംപ് 200% തീരുവ ചുമത്തി ഇന്ത്യയെ വിരട്ടുമ്പോൾ, പരസ്പര ബഹുമാനത്തിലൂന്നിയുള്ള വ്യാപാരമാണ് പുടിൻ മുന്നോട്ടുവയ്ക്കുന്നത്. ഇറാനുമായുള്ള ആണവ കരാറിന് വെറും 10 ദിവസത്തെ സമയം മാത്രം നൽകിയ ട്രംപിന്റെ അന്ത്യശാസനം പശ്ചിമേഷ്യയെ ഒരു വമ്പൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. ഈ യുദ്ധക്കൊതി കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ക്രൂഡ് WTI ബാരലിന് $66.62 ഉയർന്നു. അമേരിക്കൻ ബ്രന്റ് ക്രൂഡ് $71.86 മർബൻ ക്രൂഡ് $72.02 കുതിച്ചു. എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യയെപ്പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കും. ട്രംപിന്റെ ഈ ധാർഷ്ട്യം നിറഞ്ഞ തീരുമാനങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇവിടെയും പുടിന്റെ നയതന്ത്രം ശ്രദ്ധേയമാണ്. ഇറാനുമായി ചേർന്ന് സമാധാനപരമായ ചർച്ചകൾക്ക് റഷ്യ ശ്രമിക്കുമ്പോൾ, അമേരിക്ക യുദ്ധമാഗ്രഹിക്കുന്ന ഒരു വൻശക്തിയായി സ്വയം അടയാളപ്പെടുത്തുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി അമേരിക്ക ഫസ്റ്റ് എന്ന സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. മറ്റുള്ള രാജ്യങ്ങൾ നശിച്ചാലും തനിക്ക് ലാഭം കിട്ടണമെന്ന ബിസിനസ് ബുദ്ധിയാണ് ട്രംപിനെ നയിക്കുന്നത്. എന്നാൽ പുടിൻ മുന്നോട്ടുവയ്ക്കുന്നത് ഒരു മൾട്ടി പോളാർ ലോകക്രമമാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തുന്നത് അമേരിക്കൻ പ്രകോപനങ്ങൾക്കുള്ള മറുപടിയായാണ് ലോകം കാണുന്നത്. സമാധാനത്തിന്റെ പേരിൽ 25 കോടി ആളുകൾ മരിച്ചേക്കാമെന്ന് ഭയപ്പെടുത്തി നൊബേൽ സമ്മാനത്തിന് പിൻവഴിവർമിൽ ശ്രമിക്കുന്ന ട്രംപിനേക്കാൾ ലോകരാജ്യങ്ങൾക്കിന്ന് വിശ്വാസം വ്ളാഡിമിർ പുടിനാണ്. ലോകം ഇന്നൊരു വഴിത്തിരിവിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വിരട്ടലുകൾക്കും ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും മുന്നിൽ ലോകരാജ്യങ്ങൾ തളരുമ്പോൾ, വ്ളാഡിമിർ പുടിന്റെ കരുത്തുറ്റതും പക്വതയാർന്ന നേതൃത്വം ഒരു പുതിയ പ്രത്യാശ നൽകുന്നു. സാമ്പത്തിക ഭീഷണികളില്ലാത്ത, സൈനിക നടപടികളില്ലാത്ത ഒരു സമാധാനപരമായ ലോകത്തിനായി റഷ്യൻ ചേരി മുന്നോട്ടുവയ്ക്കുന്ന നയതന്ത്രം ട്രംപിന്റെ യുദ്ധരാഷ്ട്രീയത്തിന് ലഭിക്കുന്ന കനത്ത പ്രഹരമാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ആപൽഘട്ടത്തിൽ തുണയാകുന്നത് ആരെന്ന് ഈ സംഭവവികാസങ്ങൾ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.